ഭയങ്കര സന്തോഷമല്ലേ? ഇത്രയും വലിയ സന്തോഷം വേറെ ഉണ്ടോ? മോൻ ഇങ്ങനെ മണ്ടനെന്ന് വിളിച്ച് കളിയാക്കിയവരുടെ മുമ്പിലോട്ട് എൻ്റെ ചേട്ടൻ രാജാവായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അറിഞ്ഞറിയാൻ പറ്റാത്ത സന്തോഷമുണ്ട്. ഫസ്റ്റ് വീക്ക് കണ്ടപ്പോൾ ചേട്ടൻ എല്ലാവരോടും കളിയാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ TV ഓഫ് ചെയ്ത് വെച്ചു, കാണാൻ പറ്റാണ്ട്. പിന്നെ എന്നെ കാണുമ്പോൾ ചിന്തിക്കുന്നില്ല, ചിലപ്പോൾ കുഞ്ഞു കൊച്ചങ്ങൾ വരും. ഓ, ജിൻഡോൻ്റെ അപ്പൻ, ജിൻഡോൻ്റെ അമ്മ, ജിൻഡോൻ്റെ വീട് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഒരു അവമാനമല്ലേ. ഞാനിന്നിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 വിന്നറായ ജിൻഡോ ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് ജിൻഡോ ചേട്ടൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, കാരണം ഒരുപാട് പേര് അറിഞ്ഞു വരുന്നുണ്ട് വിന്നറാണെന്നും. അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വിന്നറായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വിന്നറായി വന്ന ആ ഒരു സന്തോഷം ഈ വീട്ടുകാരിൽ എനിക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് അമ്മയുടെ സന്തോഷമൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി കാണാം. അമ്മ, ജിൻഡോ ചേട്ടൻ ജയിച്ചിട്ടുണ്ടല്ലോ, എന്താ പറയാനുള്ളത്? ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൂമെൻ്റാണ്, കാരണം ഒരു വിന്നറായിട്ട് വന്നു. അപ്പോൾ എന്താ പറയാനാണ് അമ്മയ്ക്ക്? വിന്നറായിട്ട് വന്ന ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് സന്തോഷങ്ങളും. അച്ഛൻ എന്താ പറയാനുള്ളത്? 100% പറഞ്ഞു ജിൻഡോ ജയിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളെ? വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു, കാരണം കയറിയപ്പോൾ മുതൽ ഇതുവരെ ഒരുപാട് മീഡിയക്കാരാവട്ടെ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവരോട് വോട്ട് ചെയ്ത് വിജയിച്ച ആൾക്കാരോട് നന്ദി. അമ്മയുടെ ആ കാര്യം ആലോചിച്ച് ഭയങ്കര ആശങ്കയായിരുന്നു അമ്മ. അപ്പോൾ ഇപ്പം അതിനൊരു ശമനം ഉണ്ടായിട്ടുണ്ട്, കാരണം മകൻ വിന്നറായി വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് അത് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഇൻ്റർവ്യൂ എടുത്തിൽ തന്നെ അമ്മ അത് പറയുന്നുണ്ട്, വിജയിച്ച് വരണം എന്ന്. അപ്പം അങ്ങനെ വിജയിച്ച് വരുന്നുണ്ട് മകൻ. അപ്പം എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമല്ലേ? ഇത്രയും വലിയ സന്തോഷം വേറെ ഉണ്ടോ? മോൻ ഇങ്ങനെ ബിഗ് ബോസിൽ പോയി വിന്നറായെന്ന് പറഞ്ഞാൽ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു കാര്യം. അതേ കൂടെ ഞങ്ങളും സഹോദരങ്ങളെയും അപ്പനെയും അമ്മേനെയും എല്ലാവരെയും അറിയപ്പെടുന്നു. ഞങ്ങൾക്ക് അതിൽ വലിയ സന്തോഷം, എന്താ ഭയങ്കരമായ സന്തോഷമാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ തന്നെ അച്ഛനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കാണിച്ചപ്പോൾ പലരും പറഞ്ഞത് അച്ഛൻ എന്താ മിണ്ടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നെഗറ്റീവ് കമൻസും വന്നിട്ടുണ്ടെങ്കിലേ. അപ്പോൾ ഇപ്പം ഭയങ്കര അഭിമാനത്തോടെ പറയാം മകനൊരു വിന്നറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ 2-3 ചാനലിലൊക്കെ അമ്മക്കാരെ ഇപ്പോൾ ടോപ്പായൊക്കെ സംസാരിക്കാൻ ചാനലുകാർ പറഞ്ഞിട്ടുണ്ട്, അപ്പ ആദ്യം ടോപ്പ് മിണ്ടൂലായിരുന്നു എന്ന്. ഇപ്പോൾ 2-3 ചാനലിൽ ഞാൻ അടിച്ചു പൊളിച്ചായിട്ട് പറയണം. അപ്പോൾ ഇത്രയും നാളും ഞാൻ മിണ്ടത്തിൽ എൻ്റെ മകൻ വിന്നറായാലേ ഞാൻ മിണ്ടൂളെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, പറയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മയ്ക്കുള്ള കൂടുതലും പറയാനുണ്ടാവുള്ളൂ മക്കളെ പറ്റി. അപ്പനിച്ചിരി പെറോട്ട ആയിരിക്കുള്ളൂ അച്ഛനായാലും. ആ ഒരു ഇതുണ്ടാവുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അച്ഛനല്ലേ കൂടുതൽ പറയാനുള്ളത്? പിന്നെ എന്നെ കാണുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിലല്ല, ചിലപ്പോൾ കുഞ്ഞു കൊച്ചങ്ങൾ വരും. ഓ, ജിൻഡോൻ്റെ അപ്പൻ, ജിൻഡോൻ്റെ അമ്മ, ജിൻഡോൻ്റെ വീട് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഒരു അവമാനമല്ലേ. അഭിമാനമാണ് അതില് അല്ലേ? അപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു ജിൻഡോ ചേട്ടൻ്റെ ഒക്കെ റിലേറ്റീവ്സ് ആണ് അല്ലേ? അനിയൻ്റെ വൈഫാണ്. എന്താ പറയാനുള്ളത്? ആദ്യം മുതലുള്ള കാണുന്ന ആൾക്കാരാണല്ലോ നിങ്ങള്, അപ്പൊ എന്താ പറയാനുള്ളത്? ഒത്തിരി സന്തോഷമുണ്ട്. മണ്ടനെന്ന് വിളിച്ച് കളിയാക്കിയവരുടെ മുമ്പിലോട്ട് എൻ്റെ ചേട്ടൻ രാജാവായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അറിഞ്ഞറിയാൻ പറ്റാത്ത സന്തോഷമുണ്ട്. ഫസ്റ്റ് വീക്ക് കണ്ടപ്പോൾ ചേട്ടൻ എല്ലാവരോടും കളിയാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ TV ഓഫ് ചെയ്ത് വെച്ചു, കാണാൻ പറ്റാണ്ട്. പിന്നീട് പതുക്കെ ആയി വന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി സന്തോഷമായി. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു വാക്ക് എല്ലാവരിലും അല്ലേ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുകയാണ്. മണ്ടനെന്ന് വിളിച്ചത് എൻ്റെ ചേട്ടനെ കൊണ്ട് ഒരു വിന്നറാക്കി അല്ലേ, അത് ഭയങ്കര സന്തോഷം. രാജാവായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എല്ലാവരും. എന്താ പറയാനുള്ളത്? ചേട്ടൻ അതിലൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും മണ്ടൻ എന്നൊക്കെ വിളിച്ചു. ഇപ്പൊ മണ്ടന്മാരൊക്കെ ഇപ്പൊ എവിടെയാണ് നിലവില്? മണ്ടന്മാരൊക്കെ എവിടെ പോയി വിളിച്ചു? അത് തന്നെ, ചേട്ടൻ എല്ലാം സഹിച്ച് അവിടെ വിന്നറായി. അതന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് ചേട്ടൻ വിജയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കണ്ടില്ലേ, ഞങ്ങൾ ചേട്ടനെ നോക്കിയിരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു വലിയ ട്രോഫി ഒക്കെ കൊണ്ടുവരാനൊക്കെ കാത്തിരിക്കുന്നവരാണ് ഇവരെല്ലാം. ആണോ? കൊണ്ടുവരും, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി വിന്നർ ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ കണ്ടിരുന്നോ? ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി കളിയാക്കി, ഞങ്ങൾക്ക് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ സന്തോഷമാണോ? സന്തോഷമാണ്, ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെ പേടി ഉണ്ടായിരുന്നോ? അല്ലോ ജിൻഡോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാണല്ലോ എന്താ പറ്റും ജിൻഡോയ്ക്ക്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്? 2 ദിവസം പുള്ളി അവനൊരു വിഷമത്തിലിരിക്കണ പോലെ തോന്നി. അന്ന് ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു, എന്താണാവോ ഇങ്ങനെ വന്നേന്ന്. പിന്നീട് അങ്ങനെ തോന്നിയിട്ടില്ല.
എനിക്ക് തോന്നുന്നു ഒരുപാട് എന്താ പറയുക ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ജിൻഡോ ചേട്ടൻ. അത് മാത്രമല്ല മണ്ടൻ എന്ന് വിളിച്ചതിൽ കൊണ്ടുള്ള വിഷമാണ് പല ആൾക്കാർക്കും. എനിക്ക് തോന്നുന്നു അതിലുള്ള കണ്ടസ്റ്റൻ്റ് ആണ് അല്ലേ മണ്ടൻ എന്ന് വിളിച്ചത്. അപ്പോൾ ഇപ്പോൾ അവർ തന്നെ കൈയടിക്കുന്നുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് എല്ലാം നല്ല ഇഷ്ടമാണ്. പിന്നെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ട്. അവന് വീട്ടിലെന്താണോ അത് തന്നെയായിരുന്നു അവിടെയും. പിന്നെ ഞങ്ങൾക്ക് മണ്ടൻ എന്ന് വിളിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചിനത് വിളിച്ചു ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നി, സങ്കടം തോന്നി. പക്ഷെ അതിലൊക്കെ അവർക്ക് ഒരു കയറി വന്നു, നല്ല മിടുക്കനായി എല്ലാ കളിയിലും എല്ലാം നല്ലതല്ലേ. പിന്നെ ഞങ്ങളെ കപ്പടിച്ച് കൊണ്ടുവന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ കോതമംഗലത്ത് പോയതാണ്. കോതമംഗലത്ത് നിന്നൊക്കെ വന്നിരിക്കുകയാണ് അല്ലേ? ട്രോഫി പിടിക്കാനാണോ വന്നേ? അതെ അതെ ആണ് അല്ലേ? ശരിക്കും അതിൽ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഇനി പോകാത്ത ജോലികളൊന്നുമില്ല, കഷ്ടപ്പെട്ട് ഒരുപാട് അല്ലേ കഷ്ടപ്പെട്ട് വന്നു എന്ന് പറഞ്ഞ്. എന്താ പറയാനുള്ളത്? ഈ മണ്ടൻ എന്ന പ്രയോഗമല്ലേ, ഞാൻ പറഞ്ഞ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരംഗം ഒരാളോട് പറയാണ് മണ്ടൻ എന്ന് പ്രയോഗിക്കുന്നത് സംസ്കാരമില്ലായ്മ. ശരിയാണോ? അല്ല, അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ പ്രയോഗിക്കുമോ? നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല. വേറെ ഒരു വേദിയാകുമ്പോൾ നമ്മൾ ഈ ബിഗ് ബോസ് പോലെ ഇത്ര ഒരു വമ്പൻ വേദിയിൽ മണ്ടൻ എന്ന വാക്ക് ഉച്ചരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സംസ്കാരമില്ലാത്തവനാ. മണ്ടനാണെങ്കിൽ മദർ തെരേസ അവാർഡ് അവന് കിട്ടോ? അത് തന്നെ ഭയങ്കര ഇതല്ലേ. അവനെ എത്രയാ അവാർഡ് കിട്ടിയേക്കണു. മദർ തെരേസ അവാർഡ് കിട്ടാൻ വെച്ചാൽ ഒരു മണ്ടന് ഒരിക്കലും കൊടുക്കും. അത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ ഈ സംസ്കാരമില്ലായ്മയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞ ആളോട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ, അവർ സ്നേഹക്കുറവൊന്നുമില്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, അവരെ സംസ്കാരക്കുറവാണ് അവർ ആ പ്രയോഗം. അപ്പൊ നമ്മൾ അത്രേ ഉള്ളൂ. പറയുമ്പോൾ ജിൻഡോ ഈസ് വെരി ഗുഡ് മാൻ. ഭയങ്കര നല്ല ഈ നാട്ടുകാർക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും അവൻ പോകുന്ന ഓരോ മേഖലയിലും ഒരു മനുഷ്യനും അവനെ പറ്റി ഒരു ബാഡ് റിസൾട്ട് പറയാനുള്ള യാതൊരു ഇതുമില്ല. വെരി ഗുഡ് മാൻ. അതിലൊരു സംശയം. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി കഷ്ടപ്പെട്ട് നടക്കണം അവൻ. ക്ലാസ്സിൽ അവൻ പഠിക്കാൻ പോകുമ്പോഴും വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകും. അവൻ 10 രൂപ കാശ് അവൻ്റെ പ്രയത്നം കൊണ്ട് മാത്രമാണ് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളൂ. ഈ നിലയിൽ എത്തിയേക്കുന്നതും അവൻ്റെ ഒറ്റ ഇതുകൊണ്ട് മാത്രം. ആരുടെ ഒരു സഹായം അവനില്ല. എന്ത് വന്നിട്ടുണ്ടെങ്കിലും അവൻ കരാട്ട പഠിക്കുക, കുൻഫു അതൊക്കെ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുക. 6ാം ക്ലാസ്സിൽ എന്തോ ബ്ലാക്ക് ബെൽറ്റ് എടുത്തേക്കണ അവനാണ്. എൻ്റെ ജിൻഡോൻ്റെ അച്ചാച്ചനാണ് ഞാൻ. എൻ്റെ പെങ്ങളുടെ മോനാണ് ജിൻഡോ. എൻ്റെ പെങ്ങളാണത്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും അറിയാവും. എൻ്റെ വീട്ടിലൊക്കെ വെച്ചാണ് അവൻ വളർന്ന്. ചെറുപ്പത്തിലേ തുടങ്ങി എൻ്റെ വീട്ടിലാണ് അവനൊക്കെ. അവൻ്റെ അനിയൻ എൻ്റെ കുടുംബമൊക്കെ നമ്മുടെ വീട്ടിൽ കിടന്ന് വളർന്നേക്കണത്. എനിക്ക് കറക്റ്റായിട്ട് അറിയാവുന്നതാ. അന്ന് തുടങ്ങി അവൻ ചെറിയൊരു സൈക്കിളിൽ നടന്ന് ജിമ്മിൽ പോയി അങ്ങനെയൊക്കെ പോയി നടന്ന് അവൻ്റെ ശരീരം നോക്കിയും കുടുംബം നോക്കിയും കഷ്ടപ്പെട്ടും എന്തെങ്കിലും ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ നടത്തിയും ടൈൽസ് പണിക്ക് പോയി കണ്ടമാനം കഷ്ടപ്പെട്ടിട്ടുണ്ട്. മിസ്റ്റർ സൗത്ത് അടിച്ച അറിയോ? എല്ലാം പറയുന്നുണ്ട് അതില് അല്ലേ? സൗത്ത് അടിച്ചേ പുള്ളി. മിസ്റ്റർ സൗത്ത് അടിച്ചേ പുള്ളി. മിസ്റ്റർ ഇന്ത്യ അല്ല, മിസ്റ്റർ സൗത്ത്. അതിനൊക്കെ ഇച്ചിരി ഒരു ഇതായിട്ടുള്ള ഇതെല്ലാം കഴിഞ്ഞ സ്റ്റേറ്റും എല്ലാം കഴിഞ്ഞ പ്രയത്നം കൊണ്ട് മാത്രം ഒരു ദുശീലം കൂടെ അവൻ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അവൻ ഈ സിഗരറ്റ് വലിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോഴാണ് അവനെ കണ്ടേക്കുന്നത്. അല്ലാണ്ട് ഞങ്ങള് അത് വരുമ്പം ഒന്ന് ചെവിയിൽ പിടിക്കില്ല. ചെവിയിൽ പിടിക്കാൻ എല്ലാവരും ഞങ്ങള് സിഗരറ്റ് അവൻ വലിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും ചോദിച്ചത് എന്താ ഇവൻ ഇങ്ങനെ വലിച്ചു തുടങ്ങിയപ്പോൾ മോഹൻലാലിനോട് പറയുന്നത് ഞാൻ 6 മാസമായുള്ളത് തുടങ്ങിയിട്ട് എൻ്റെ ഒരു ചെറിയ ടെൻഷനും കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് ഇവനിങ്ങനെ വലിച്ചു തുടങ്ങി എന്നുള്ളത്. അവൻ വലിക്കുന്ന ആളല്ല. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അവൻ വലിക്കുന്നില്ല. അവൻ്റെ ഒരു ദുശീലങ്ങളും ഇല്ലാത്തവനാ. ഒരു ദുശീലവും ഇല്ല. ഈ ഇങ്ങനത്തെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്ത് കാര്യത്തിന് ഇറങ്ങണം, അതിനകത്ത് നല്ല രീതിയിൽ വരണം. പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഇത് വേണം. അവന് പേരും എല്ലാവരും അറിയപ്പെടണം, സിനിമ കയറണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ആണ്. കഷ്ടപ്പെട്ട് അവൻ ജീവിച്ചതാ ജിൻഡോ. അപ്പം ഇവരിത്രയും പേരും ചെവിക്ക് പിടിക്കാനിരിക്കുന്ന ആൾക്കാരാണ്. വരുമ്പോ എന്തിനാ സിഗരറ്റ് വലിച്ചെന്ന് ചോദിച്ചിട്ട് അല്ലേ ചെവിക്ക് പിടിക്കാനിരിക്കുകയാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഓക്കെ, 100 ദിവസം അതിനകത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാൾ വ്യക്തിയാണ് അവൻ. അത് സഹിച്ച് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ കാര്യമല്ല അവിടെ നിൽക്കുന്നത്. ഒരാൾ ഞാൻ 6ാമത്തെ ഉള്ളത്. ഈ 5 കണ്ടേക്കണ ആളെ ഇതേപോലെ ഒറ്റപ്പെട്ട് നിൽക്കണ ആരും ഉണ്ടായിട്ടില്ല അവിടെ. തുടക്കം തുടങ്ങി ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. എന്ത് കണ്ടാലും പെട്ടെന്ന് കരച്ചിൽ വരും വിളിക്ക്. അങ്ങനെ ഒരു സ്വഭാവം വിളിക്കുന്നുണ്ട്. അത് ആദ്യമേ ഉണ്ട്. നമുക്ക് അമ്മയിലേക്ക് പോവാം. അമ്മയോട് ചോദിക്കാനൊരു കാര്യം. അമ്മേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും കപ്പ് ഉയർത്തി കൊണ്ടുവരുന്ന ജിൻഡോനെ കാണാൻ ഭയങ്കര ആകാംക്ഷയിലിരിക്കുകയാണ്. അപ്പം
പല സ്ഥലങ്ങളിൽ പടക്കം പൊട്ടിച്ചു തുടങ്ങി. ഓക്കെ, അതിന്റെ കൂട്ടത്തില് എല്ലാരും ചെവിക്ക് പിടിക്കായിരിക്കാം. എന്താണെന്നറിയോ? എന്തിനാ സിഗരറ്റ് വലിച്ചു തുടങ്ങിയെന്ന് ചോദിക്കാം. സിഗരറ്റ് അവൻ വലിക്കണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോൾ ജാൻമണിയുടെ കൂടി കിട്ടിയതാ. അപ്പൊ ഇനി വരുമ്പോ ചെവിക്ക് പിടിക്കോ? ജാൻമണി വലിച്ചപ്പോ അവനും ഒന്നും വലിക്കണമെന്നൊരു തോന്നല്. അപ്പൊ അമ്മ വരുമ്പോ ചെവിക്ക് പിടിക്കൂല്ലേ? പിന്നെ എങ്ങനെ വലിച്ചു? ഞാൻ അവിടെ വെച്ച് തന്നെ വാണിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത്. അച്ഛനായിക്കോട്ടെ, ബന്ധുക്കൾ എല്ലാ പേരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ഭയങ്കരമായ വിഷമസഞ്ചിയിലുണ്ടാവും നിന്ന്. ആ പ്രതിസന്ധിയൊക്കെ മറികടന്ന് നല്ലൊരു ഇതായി അവിടുന്ന് നല്ലൊരു രാജാവായി പുറത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് അല്ലേ? അതാണ് ഞങ്ങളുടെ സന്തോഷം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അമ്മേനെ കുറിച്ച് ഭയങ്കര ആശങ്കയുള്ള ഒരു മകനാണ്. അമ്മയ്ക്ക് അമ്മ ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് വിഷമം വരും, അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടൊരു മകനാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ഹാപ്പിയിലാണ് അവർ നിൽക്കുക, എല്ലാ ആൾക്കാരും. അതെ. അപ്പം നമുക്ക് ജിൻഡോയുടെ ചേച്ചിയിലേക്ക് പോവാം. ചേച്ചി, ഇപ്പം പറഞ്ഞല്ലോ, ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് കളിയാക്കലുണ്ടായിരുന്നു. അപ്പം ആദ്യം ഇവിടുന്ന് പോയപ്പം എല്ലാ ആൾക്കാരും സപ്പോർട്ട് ഉണ്ടായിരുന്നോ? അങ്ങനെ എങ്ങനെ വീട്ടിലാണോ? എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. ഞങ്ങളോട് പറഞ്ഞായിരുന്നു പോകുമെന്ന് പറഞ്ഞായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സാധാരണക്കാർ കൊച്ചു പിള്ളേർ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ചേട്ടന് കൂടുതൽ സപ്പോർട്ട്. എവിടെ പുറത്തിറങ്ങിയാലും പുറത്തിറങ്ങിയ ആളോട് ചോദിക്കുമ്പോൾ പറയുന്നത്, ഈ പ്രോഗ്രാം ഞങ്ങൾ കാണുന്നത് ജിൻഡോപ്പൻ ഉള്ളതുകൊണ്ടാണ്, ഈ ബിഗ് ബോസ് എന്നുള്ള പ്രോഗ്രാം പോലും ഞങ്ങൾ കാണുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഞാൻ വർക്ക് ചെയ്യുന്ന ട്രിവാൻഡ്രത്താണ്. CRPFിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ക്യാമ്പിലൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ചേട്ടൻ്റെ ഫാൻസാണ്. അങ്ങനെ അവരും ജിൻഡോ എന്നാണോ വിളിക്കുന്നത്? ജിൻഡപ്പൻ എന്നാണോ വിളിക്കുന്നത്? അവരും ജിൻഡപ്പൻ എന്നാണോ? അതെ അതെ അതെ. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ ജിൻഡപ്പൻ എന്ന് വിളിക്കുമ്പോൾ ആളുടെ ഒരു ആവറേജ് അല്ലേ, ആളുടെ ഒരു ലെവൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കൂട്ടിയാൽ മതി അല്ലേ? അനിയന്റെ പിള്ളേരാണ് ഇവർ വലിയ പപ്പ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജിൻഡപ്പൻ എന്ന് വിളിക്കുമോ? ഇനി ജിൻഡപ്പൻ എന്നല്ല അവർ വിളിക്കുന്നത്. അവരിപ്പോൾ ജിൻഡോ ചേട്ടൻ ജിൻഡോ ആയി. പൊതുവെ എല്ലാവരും വിളിക്കുന്നത് കണ്ടിട്ട് വലിയ പപ്പ എന്നുള്ള വിളി മാറ്റി ജിൻഡോയും ജിൻഡോ ചേട്ടനുമായി. അവർ പോലും വിളി മാറ്റി. കപ്പ് കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. സന്തോഷം ഉണ്ടോ? ഞാൻ യൂട്യൂബിലിടാൻ വേണ്ടി